ഫ്രണ്ട്സ്, പീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ മുളക് തൈകളിന്മേൽ മുളക് ഉണ്ടായി കിടക്കുന്നത് കാണിച്ചു. ഇന്നിപ്പോൾ അതിലേറെ മുളകുകളാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ എൻ്റെ പാവല കൃഷിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇതുപോലെ വിത്ത് പാവി മുളപ്പിച്ച പാവല ഇതുപോലെ മുളപ്പിച്ചിട്ട് ഞാൻ നട്ട് പാവയ്ക്ക ഉണ്ടായിരിക്കുന്നത് കാണാം. പക്ഷെ അത് ഇപ്പോൾ ഞാനതുപോലെ തൈ മുളപ്പിച്ചെടുത്ത് നട്ട പാവയ്ക്കയാണത്. പാവല തൈ ഇതിൽ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? പാവയ്ക്ക ഉണ്ടായി കാണാം. ഓക്കെ, ഇതാണ് പാവയ്ക്ക ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. നോക്കൂ. അപ്പോൾ ഈ പാവയ്ക്ക ഉണ്ടാകുമ്പോൾ ഇതിൽ മുരടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ മുരടിപ്പിന് ഞാൻ ഇന്നൊരു മരുന്ന് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത്. എൻ്റെ മിക്ക പാവയ്ക്കയും അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ നന്നായി, ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് വരുന്നത്. എന്നാലും ഇപ്പോൾ എൻ്റെ ഈ പാവയ്ക്ക ഒന്ന് കേടായി കിടക്കുകയാണ്. ഇപ്പോൾ ഈ പാവലം ഇതിൽ ചിലത് മുരടിച്ച് വരുന്നുണ്ട്. പാവയ്ക്ക ഉണ്ടായി വരുമ്പോൾ അത് മുരടിച്ച് വരുന്നുണ്ട്. ഇതുണ്ടോ മുരടിച്ച് പോയി. അത് ഒരു ഉണർവില്ല. പാവയ്ക്ക ഉണ്ടായി വരുമ്പോൾ അതിനൊരു ഉണർവില്ല. അപ്പം ഞാനിന്ന് അതിന് ഒരു മരുന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് തണുത്ത കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം, ഒരു പിടി ചാരം ഇട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനത് ഇവരുടെ കടക്കയായിട്ടും ഇലകളിലായിട്ടും ഇത് തളിച്ച് കൊടുക്കുക. ഇതിൻ്റെ കടക്കയിൽ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനിതിപ്പോൾ ഇങ്ങനെ ഈ മുരടിപ്പിൻ്റെ മരുന്ന് ഞാൻ മറ്റൊരു ചാനലിൽ ഇതിങ്ങനെ കണ്ടിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ ഇപ്പോൾ ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് ഉണ്ട്. നല്ല റിസൾട്ട് വരികയാണെങ്കിൽ ഞാൻ അടുത്ത ചാനലിൽ നിങ്ങളോട് പറയുന്നതാണ്. ഞാൻ എല്ലാ കൃഷികളും അങ്ങനെയാണ്. ഞാൻ തന്നെ മുളപ്പിച്ചെടുത്ത് നട്ടാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ഇലകളിൽ